ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള തേർഡ് മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ സ്കാറ്റർ ഡയഗ്രാം ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഫസ്റ്റ് എന്താണ് സ്കാറ്റർ ഡയഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ സെക്കൻഡ് നമ്മൾ കാൾ പിയേഴ്സൺസ് നോക്കി, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ നോക്കിക്കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് സ്പിയേഴ്സ്മാൻസ് റാങ്ക് കോറിലേഷൻ. അപ്പം ഈ പേര് പോലെ തന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് സ്പിയർമാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, റാങ്ക് കോറിലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് കോറിലേഷൻ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക റാങ്ക് കോറിലേഷൻ എന്താണ്. In many cases, measurement is not possible because they are in qualitative form. അതായത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. അതായത് ക്വാണ്ടിറ്റിയിലുള്ളത് മാത്രമേ കാൾ പിയേഴ്സൺസിന് കോറിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ക്വാളിറ്റേറ്റീവ് ഫോമിലുള്ള, അതായത് നമുക്ക് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യില്ല, കാൾ പിയേഴ്സൺസ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കോറിലേഷൻ കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇറ്റ് മേ ബി പോസിബിൾ ഇൻ കേസ് ഓഫ് റാങ്ക് കോറിലേഷൻ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റാങ്ക് കോറിലേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുക, കോഎഫിഷ്യൻ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ റാങ്കുകളായിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിതിനെ റാങ്ക് കോറിലേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ബ്യൂട്ടി, ഹോണസ്റ്റി, ഇൻ്റലിജൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്വാളിറ്റേറ്റീവ് ആയിട്ടാണ് ഉള്ളത്. നമുക്ക് ക്വാണ്ടിറ്റിയിലല്ല, നമ്പേഴ്സിൻ്റെ രൂപത്തിലല്ല തന്നിട്ടുള്ളത്, ക്വാളിറ്റിയിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ ഏറ്റവും നല്ലത് റാങ്ക് കോറിലേഷനാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ക്യൂബ് മൈനസ് n. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അറിയാത്തത് ഡി ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ആകെ വേണ്ടത് ഡിയും എന്നും ആണ് വേണ്ടത്. ഡി എന്ന് പറയുന്നത് എന്താണ്, ഡി എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ വാല്യൂ ഓഫ് ഈച്ച് പെയേഴ്സ് ഓഫ് റാങ്ക് ആണ്. അതായത് റാങ്കുകളുടെ തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ത് ഈ ഡി എന്ന് പറയുന്നത്. ഓക്കെ, റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. എൻ എന്ന് പറയുന്നത് എന്താണ്, ഒബ്സർവേഷനാണ്. അതായത് എത്രത്തോളം നമ്പേഴ്സ് ഓഫ് ഒബ്സർവേഷൻ, നമ്മൾ കാൾ പിയേഴ്സൺസിലെ പോലെ തന്നെയാണ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇക്വേഷൻ, 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ക്യൂബ് മൈനസ് n. അപ്പം ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക, ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് റാങ്ക് കോറിലേഷൻ. എങ്ങനെയാണ് റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. കാൾ പിയേഴ്സൺസിൽ നമ്മൾ 3 മെത്തേഡ് പഠിച്ചു. അസ്യൂംഡ് മീൻ യൂസ് ചെയ്യാം, ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം, ദെൻ അരിത്തമാറ്റിക് മീൻ യൂസ് ചെയ്യാം. ഇവിടെ 3 മെത്തേഡ്സിൽ നമുക്ക് റാങ്ക് കോറിലേഷൻസ് കണ്ടുപിടിക്കേണ്ടി വരും. ഒന്നാമത്തേത് വെൻ ദ റാങ്ക് ആർ ഗിവൺ. ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ റാങ്കുകൾ തന്നിട്ടുണ്ടാവും. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് എന്ന് പറഞ്ഞിട്ട് റാങ്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ കാണാം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ രണ്ടാമത്തേത് വെൻ ദ റാങ്ക് ആർ നോട്ട് ഗീവൺ. റാങ്കുകൾ തരാതെ വാല്യൂസ് മാത്രം തരും, പിന്നെ നമ്മൾ അതിനെ റാങ്ക് ചെയ്തുകൊണ്ട് ചെയ്യണം. ഓക്കെ, അതാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസിൽ റാങ്കുകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാം. അതായത് എ ബി സി ഡി എന്ന് പറഞ്ഞാൽ 3 ആൾക്കുണ്ടെങ്കിൽ ഇയാൾക്ക് ഫസ്റ്റ് റാങ്ക് ആണ്, ഇയാൾക്ക് സെക്കൻഡ് റാങ്ക് ആണ്, മൂന്നാമത്തെ ആൾക്കും സെക്കൻഡ് റാങ്ക് ആണ്, ഇയാൾക്ക് തേർഡ് റാങ്ക് ആണെന്ന് പറയുക. അപ്പോൾ ഈ ബിക്കും സിക്കും എന്താണ് സെയിം റാങ്ക് ആണ് വരുന്നത്. അപ്പോൾ റാങ്ക് റിപ്പീറ്റ് ചെയ്തു. അപ്പം റിപ്പീറ്റഡ് റാങ്ക്സ്, ഇങ്ങനെ 3 കേസിൽ നമുക്ക് റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം നമ്മൾ ഇന്ന് ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് വെൻ ദ റാങ്ക് ഈസ് ഗിവൺ. റാങ്ക് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം നമ്മൾ കമ്പ്യൂട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റാങ്ക് ആൻഡ് ഡിനോട്ട് ഇറ്റ്സ് ഡി. അതായത് ഇപ്പോൾ നമുക്ക് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ തന്നിട്ടുണ്ട്, വൈ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ. ഇവിടെ റാങ്ക്, അതായത് റാങ്ക് എക്സ്, റാങ്ക് വൈ. ഓക്കെ, റാങ്ക് വൈ തന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റത്തേന് 2 ആണ്, മറ്റേതിന് 1 ആണ്. ഇവിടെ 3 ആണ്, 4 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക,
ഡിഫറൻസ് കണ്ടുപിടിക്കുക, റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ്. അതായത് അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡി എന്നാണ്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 1 കുറച്ചാൽ 1 ആണ് ഡിഫറൻസ്, 3 4 കുറച്ചാൽ -1 ആണ് ഡിഫറൻസ്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റാങ്ക് കണ്ടുപിടിക്കുക. അതിനെ നമ്മൾ ഡി എന്ന് ഡിനോട്ട് ചെയ്യും. പിന്നെ കാൽക്കുലേറ്റ് ദ ഡി സ്ക്വയർ ആട്ടോ, ഡി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഡിയുടെ സം എടുത്തിട്ട് നമ്മൾ ഡി എന്ത് ചെയ്യുകയാണ്, സ്ക്വയർ ചെയ്യുക, ഡി സ്ക്വയർ. ഇപ്പോൾ 1 എന്ന് പറയുന്നത് 1 സ്ക്വയർ ചെയ്യുക, -1 -1 സ്ക്വയർ ചെയ്യുക. എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ദ കാൽക്കുലേറ്റഡ് ഫിഗേഴ്സ് ഇൻ ദ ഫോർമുലയിലേക്ക് എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയുന്നതിനേക്കാളും കൂടുതലായിട്ടും നമുക്കൊരു പ്രോബ്ലം വെച്ച് തന്നെ ഡിസ്കസ് ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ സ്പിയേഴ്സ്മാൻ റാങ്ക് കോറിലേഷൻസ് കോഎഫിഷ്യൻറ്റ് ഫ്രം ദ ഫോളോയിങ് റാങ്ക്. ഇവിടെ എന്താണ്, റാങ്ക് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, കണ്ടോ, ഇത് ക്വസ്റ്റ്യൻ ആണേ, ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഇവിടെ നമ്മളോട് റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കാനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് റാങ്ക് ഓഫ് എക്സ് ഉണ്ട്, റാങ്ക് ഓഫ് വൈ. എക്സിൻ്റെ റാങ്കുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ദെൻ വൈൻ്റെ റാങ്കുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ 2 വേരിയബിൾസ് റാങ്കുകളായിട്ട് കൊടുത്തതാണ് താഴെ. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുകയാണ്. ആദ്യം ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള പ്രകാരം നമ്മളൊരു എന്ത് ചെയ്യുക, ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റാങ്കുകൾ എഴുതാണ് വേണ്ടത്. ആദ്യം തന്നിട്ടുള്ള റാങ്കുകൾ എന്ത് ചെയ്യുക, അതേപടി താഴെ എഴുതുക. ഓക്കെ, ഇതാ ഈ എക്സിൻ്റെ റാങ്ക് ഞാൻ ഇതിലേക്ക് എഴുതിയിട്ടുണ്ട്, വൈയുടെ റാങ്ക് ഇതിലേക്ക് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ദെൻ നമ്മൾ പിന്നെ കാണേണ്ടത് ഡി ആണ്. ഡി എന്ന് പറയുന്നത് എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ദി റാങ്ക്സ് ആണ്. അപ്പം RX - RY ആണ് ഡി ആയിട്ട് വരിക. ഓക്കെ, പിന്നെ ഡി സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഡീൻ്റെ സ്ക്വയർ വാല്യൂസും എഴുതുക. ദെൻ അവസാനം നമ്മൾ എന്ത് ചെയ്യുക, സിഗ്മ ഡി സ്ക്വയർ, അതായത് ഡി സ്ക്വയറിൻ്റെ ടോട്ടലും കണ്ടുപിടിക്കുക. ദെൻ വി ഗോ ടു അപ്ലൈ ഇൻ ദീസ് ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പം നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് റാങ്കുകളാണ്. റാങ്കുകൾ താഴെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഡി കണ്ടുപിടിക്കാം. ഡി കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റത്തെ ഇത് എന്താണ് വരിക, 4 - 7 ആണ് വരിക. ഇവിടെ ഡി എന്താണ്, RX - RY ആണ് കേട്ടോ. RX നിന്ന് RY കുറച്ചാലാണ് ഡി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 4 എന്ന് പറയുന്നത് എന്താണ്, 4 - 7 ആണ് വരിക. അപ്പം -3 വരും. ഓക്കെ, 1 - 10 -9. പിന്നെ 5 - 4 എത്രയാണ്, 1 ആണ് വരിക. 3 - 9 -6. Then 8 - 3 5. Okay, 10 - 2 8. 2 - 8 -6. Then 6 - 5 1. 9 - 1 8. 7 - 6 1. ഇപ്പോൾ നമ്മൾക്ക് ഡി വാല്യൂ കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ സ്ക്വയർ വാല്യൂ കാണണം. അതായത് ഇതിന് ജസ്റ്റ് സ്ക്വയർ ചെയ്യുക എന്നുള്ളതാണ്. -3 എന്ന് പറഞ്ഞാൽ സ്ക്വയർ എത്രയാണ്, 9 ആയിരിക്കും വരിക. അവിടെ മൈനസ് ഇൻറ്റു -3 ആണ്, അപ്പോൾ 9 ആയി വരും. പിന്നെ -9 -9ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 81. 1ൻ്റെ സ്ക്വയർ 1, -6ൻ്റെ സ്ക്വയർ 36 വരും. ദെൻ 5 25 വരും. ദെൻ 8ൻ്റെ സ്ക്വയർ 64. -6ൻ്റെ സ്ക്വയർ എത്രയാണ്, 36. ദെൻ 1ൻ്റെ സ്ക്വയർ 1, 8ൻ്റെ സ്ക്വയർ 64. ദെൻ 1ൻ്റെ സ്ക്വയർ 1. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഡി സ്ക്വയറിൻ്റെ ടോട്ടൽ സിഗ്മ ഡി സ്ക്വയർ. ഓക്കെ, സിഗ്മ ഡി സ്ക്വയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്രയാണ് സിഗ്മ ഡി സ്ക്വയർ, ഇത് മൊത്തം കൂട്ടിയാൽ നമുക്ക് ഡി സ്ക്വയർ എത്ര കിട്ടും, 318 ആണ് സിഗ്മ ഡി സ്ക്വയർ കിട്ടുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, ഇവിടെ സിഗ്മ ഡി സ്ക്വയർ കിട്ടി. സിഗ്മ ഡി സ്ക്വയർ നമുക്ക് 318 കിട്ടി. ഓക്കെ, പിന്നെ എൻ ആണ് നമുക്ക് വേണ്ടത്. എൻ എത്രയാണ് തന്നിട്ടുണ്ട്, 1 2 3 4 5 6 10 എണ്ണാണ്. അതായത് 10 ഒബ്സർവേഷൻസ് ആണ് നമുക്കുള്ളത് തന്നിട്ടുള്ളത്. ഓക്കെ, 10 ഒബ്സർവേഷൻസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നെക്സ്റ്റ് നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത്, നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് ആദ്യം നമുക്കിവിടെ എഴുതിയേക്കാം. സിഗ്മ ഡി സ്ക്വയർ നമുക്ക് കിട്ടി, എത്രയാണ്
318. n എന്ന് പറയുന്നത് നമുക്ക് 10 ആണെന്നും കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ ഇത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ r ഈക്വൽസ് ടു 1 - 6 ഇൻറ്റു 6 ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ നമുക്കതിൽ യാതൊരു മാറ്റവും വരുത്തണ്ട. അപ്പോൾ 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ. സിഗ്മ ഡി സ്ക്വയർ എത്രയാണ്? 318 കിട്ടിയതല്ലേ? ഡിവൈഡഡ് ബൈ n എത്രയാണ്? 10 ക്യൂബ്. 10 ക്യൂബ് മൈനസ് പിന്നെന്ത് 10. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ ഓർക്കണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ഉണ്ട്. ചെയ്യുമ്പം ഈ ഒരു പാർട്ട്, അതായത് -1 എന്ന് പറയുന്നത് പുറത്തേക്കുള്ളതാണ്. ഈ ഒരു പാർട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഈ -1 എന്ന് മൈനസ് ചെയ്യാവൂ. ഇത് ഇതിനുള്ളതല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതിനെ റൂട്ട് ചെറുതാക്കി എഴുതുമ്പം -1 എഴുതും. 6 ഇൻറ്റു 318 എന്ന് പറയുന്നത് എത്രയാണ്? 1908 ആണ്. ഡിവൈഡഡ് ബൈ 10 ക്യൂബ് എന്ന് പറയുന്നത് 1000 മൈനസ് 10. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 - എത്ര കിട്ടും? 1008 ഡിവൈഡഡ് ബൈ 990 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിനെ പിന്നെയും 1 എന്ന് മൈനസ് ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ടാണ് നമ്മളിതിനെ എന്ത് ചെയ്യുക? ഈ ഒരു ഇതിനെ 1 എന്ന് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറായിട്ട് കിട്ടുന്നത് എത്രയായിരിക്കും? 0.927 എന്നായിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റാങ്ക് കോറിലേഷൻ എത്രയാണ്? ഇത് നെഗറ്റീവാണ് കിട്ടുന്നത്, -927 ആണ്. സോറി. അപ്പോൾ നമുക്കിത് ഇവിടെ എന്താണ്? ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ, 1 എന്നായിരിക്കണം ഈ ഒരു പോർഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം 1 എന്ന് മൈനസ് ചെയ്യേണ്ടതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റാങ്ക് തന്നാൽ എങ്ങനെ ചെയ്യുക? കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ അല്ലെങ്കിൽ റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് വെൻ ദ റാങ്ക് ആർ നോട്ട് ഗിവൺ. ഇവിടെ നമുക്ക് റാങ്ക് തരില്ല, ഓൺലി വാല്യൂസ് മാത്രമേ തരുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏതാണോ ബേസ്, ഒന്നെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ പറയും ഹയസ്റ്റ് ബേസിൽ റാങ്ക് ഇടാൻ, അല്ലെങ്കിൽ ലോവസ്റ്റ് ബേസിൽ റാങ്ക് ഇടാൻ പറയും. അപ്പം ലോവസ്റ്റ് ബേസിൽ റാങ്ക് ഇടാൻ പറയുമ്പോൾ ലോവസ്റ്റ് 1-ന് 1 ഫസ്റ്റ് റാങ്ക് കൊടുക്കണം. ഹയസ്റ്റ് ബേസിലാണ് റാങ്ക് ചെയ്യാൻ പറയുമ്പോൾ ഹയസ്റ്റ് വാല്യൂവിന് 1 ഫസ്റ്റ് റാങ്ക് കൊടുക്കണം. അപ്പം നമ്മളിവിടെ വാല്യൂസ് തരാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്കുകളാണ് തരുന്നതെന്ന് വിചാരിക്കുക. അതായത് ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടിയ മാർക്കുകൾ തന്നാൽ ആ മാർക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? റാങ്കാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ റാങ്കുകൾ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നെക്സ്റ്റ് സെയിം തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്തതിൽ ഡയറക്ടറി റാങ്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ റാങ്ക് തന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന് റാങ്ക് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ഈ ഒരു കേസ് നോക്കാം. ദ പ്രൈസ് ഓഫ് ടീ ആൻഡ് കോഫി ഡ്യൂറിങ് ദ ലാസ്റ്റ് 7 months ഇൻ എ ടൗൺ ആർ ഗിവൺ ബിലോ. ആ 7 മാസത്തെ ലാസ്റ്റ് 7 months ടീയുടെയും കോഫിയുടെയും വിലയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, യു ആർ റിക്വയർഡ് ടു സ്റ്റേറ്റ് വെദർ ദർ ഈസ് എനി കോറിലേഷൻ ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് ദ ടീ ആൻഡ് കോഫി യൂസിങ് സ്പിയേഴ്സ്മാൻ റാങ്ക് കോറിലേഷൻ. ഇത് തമ്മിലുള്ള കോറിലേഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ടീയും കോഫിയും തന്നിട്ടുണ്ട്. അത് ഞാൻ എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് ടീക്ക് എക്സ് എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തിട്ടും കോഫിക്ക് വൈ എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്ത് 2 വാല്യൂസാണ് തന്നിട്ടുള്ളത്. അപ്പം അതിനെ ഞാൻ അതേപടി താഴെ എഴുതിയിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്, വൈ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? റാങ്ക് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. റാങ്ക് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. എക്സ് വാല്യൂസിന് ഫസ്റ്റ് ഉള്ളത്, അതായത് ഏറ്റവും വലിയ വാല്യൂ ഉള്ള എക്സ് വാല്യൂ അതിന് നമ്മൾ ഫസ്റ്റ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആർ എക്സ് കണ്ടുപിടിക്കാം. ആർ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എക്സിൻ്റെ റാങ്കിൽ ഏറ്റവും വലുതായത്, എക്സിലെ ഏറ്റവും വലിയ പ്രൈസ് എത്രയാണെന്ന് നോക്കാം. അപ്പം എക്സിൻ്റെ കേസ്, അതായത് ടീയിൽ ഏറ്റവും പ്രൈസ് വന്നിട്ടുള്ളത് ഏതിനാണ്? 98-നാണ്
പ്രൈസ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ഫസ്റ്റ് റാങ്ക് ഇതിന് കൊടുക്കും. സെക്കൻഡ് റാങ്ക് അതിനനുസരിച്ച് ഓരോന്നിന് കൊടുക്കും. സെക്കൻഡ് റാങ്ക് ഇതിന് കൊടുക്കും, അതായത് 90ക്കാണ് സെക്കൻഡ് റാങ്ക് കൊടുക്കുന്നത്. തേർഡ് റാങ്ക് പിന്നെ അതിൽ ചെറുതുള്ളത് 86 ആണ്, അതിന് നമ്മൾ തേർഡ് റാങ്ക് കൊടുക്കും. പിന്നെ അതിലും ചെറുതുള്ളത് ഏതാണ്? 78 ആണ്, അതിന് നമ്മൾ ഫോർത്ത് റാങ്ക് കൊടുത്തു. ദെൻ 56 ആണ് 75. ദെൻ നമുക്ക് 75 ആണുള്ളത്, അതിന് ഫിഫ്ത്ത് റാങ്ക് കൊടുത്തു. ദെൻ സിക്സ്ത് റാങ്ക് 56നും 55ന് സെവൻത്ത് റാങ്കും കൊടുത്തു. അപ്പം നമ്മൾ എക്സിന് റാങ്ക് ഇട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വൈക്കാണ് റാങ്ക് ഇടാനുള്ളത്. വൈയുടെ ഏറ്റവും വലിയ വാല്യൂ ഇതിൽ എത്രയാണ് തന്നിട്ടുള്ളത്? 180 ആണ് ഏറ്റവും വലിയ വാല്യൂ. അപ്പം നമുക്ക് 1ന് ഫസ്റ്റ് വാല്യൂ 180ക്ക് കൊടുക്കാം. സെക്കൻഡ് നമുക്ക് തന്നിട്ടുള്ളത് എന്താ, രണ്ടെണ്ണത്തിന് നമുക്ക് റാങ്ക് തന്നിട്ടുണ്ട് അല്ലേ, 150 150. അപ്പം 2 രണ്ടെണ്ണത്തിനും 2 കൊടുത്തു. ഓക്കെ, ദെൻ 148 തന്നിട്ടുണ്ട്. 148 പിന്നെ 148 വന്നിട്ട് പിന്നെന്താണ് 126 132 ഇനി നെക്സ്റ്റ് തേർഡ് റാങ്ക് ഇതിന്, പിന്നെ ഫോർത്ത് റാങ്ക് ഇതിന്, ഫിഫ്ത്ത് റാങ്ക് ഇതിന്. ദെൻ സോറി ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഇവിടെ ഫിഫ്ത്ത് റാങ്ക് ഉണ്ടാവില്ല, സോറി ഇവിടെ ഫോർത്ത് റാങ്ക് ഉണ്ടാവില്ല. കാരണം നമുക്കിവിടെ സെയിം റാങ്കുകൾ വന്നിട്ടുണ്ട്, അതായത് 150ക്ക് തന്നെ 2 സെയിം റാങ്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യില്ല, തേർഡ് റാങ്ക് ഉണ്ടാവില്ല. നെക്സ്റ്റ് നമുക്ക് ഫോർത്ത് റാങ്ക് ആണ് ഉണ്ടാവുക. അപ്പോൾ ഫോർത്ത് റാങ്ക് ഇവിടെ അതേപോലെ, പിന്നെ നമ്മൾ സാധാ പോലെ റാങ്ക് ചെയ്യാം. ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത് ആൻഡ് സെവൻത്ത് ഇങ്ങനെ റാങ്ക് ചെയ്തു. റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡി കാണണം. ഡി കാണാൻ നിങ്ങൾക്ക് അറിയാലോ, ഇത് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 2 × 2 - 2 0 വരും. ദെൻ 3 - 1 2, പിന്നെ 1 - 2 -1 വരും. 0 0 0 0 ഒക്കെ 0 ആണ് വരിക. ദെൻ ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 0 4 1 0 0 0 0. ഇത് നമ്മൾ ആഡ് ചെയ്താൽ, അതായത് സിഗ്മ ഡി സ്ക്വയർ നമുക്ക് 5 ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ സിഗ്മ ഡി സ്ക്വയർ 5. ഇത് എത്രയാണ് n? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് സിഗ്മ ഡി സ്ക്വയർ എത്രയാണ്, 5ഉം കിട്ടി. n മൊത്തം 7 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് ഇനി ഡയറക്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യാണ്, ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എഴുതി വെക്കാം. എന്തൊക്കെ? സിഗ്മ ഡി സ്ക്വയർ എത്ര വന്നു? 5. ദെൻ n തന്നിട്ടുള്ളത് 7. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാണ്. എത്രയാണ്? 1 - 6 × സിഗ്മ ഡി സ്ക്വയർ തന്നിട്ടുള്ളത് 5 ആണ്. 5 സ്ക്വയർ ഡിവൈഡഡ് ബൈ 7 ക്യൂബ് മൈനസ് 7. ഓക്കെ, 7 ക്യൂബ് മൈനസ് 7. അപ്പോൾ ഇത് ചെയ്യുമ്പം 1 - 6 × 5 എത്രയാണ്? 6 × 5 എന്ന് പറയുന്നത് 30. ഓക്കെ, 30 ഡിവൈഡഡ് ബൈ 343 മൈനസ് 7. 343 എന്ന് പറയുന്നത് 7 ക്യൂബാണ്. ദെൻ ഈക്വൽ ടു 1 - 30 ഡിവൈഡഡ് ബൈ 336 ഈക്വൽ ടു എത്ര കിട്ടും? പ്ലസ് 0.911 ആയിരിക്കും നമ്മുടെ റാങ്ക് കോറിലേഷൻ വരുന്നത്. ഇത് ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് റാങ്ക് കോറിലേഷനാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റാങ്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ റാങ്ക് കൊടുത്തുകൊണ്ട് വേണം എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കാൻ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വെൻ ദ റാങ്ക് ഈക്വൽസ് റാങ്ക് അപ്പിയർ, അതായത് ഈക്വൽ ആയിട്ടുള്ള റാങ്കുകൾ വരികയാണ്. ഇപ്പം നേരത്തെ തന്നെ ചെയ്ത പ്രോബ്ലത്തിൽ നമുക്ക് ഈക്വൽ റാങ്ക് വന്നു, കണ്ടല്ലോ, ഈക്വൽ റാങ്ക് വന്നു. പക്ഷേ ഈക്വൽ റാങ്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ശരിക്കും ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അത് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായ ചെറിയ മിസ്റ്റേക്കാണ്. അപ്പം ശരിക്കും നമ്മൾ ഈക്വൽ റാങ്ക് വരുമ്പം ഈ ഒരു പ്രോബ്ലത്തിൽ വേണം ചെയ്യാൻ. ഈക്വൽ റാങ്ക് വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നമ്മൾ ഈ ഒരു ഫോർമുല ആണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ,
അപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ സം കേസ് 2 or more items are getting equal ranks. At that stage average rank is to be calculated. അപ്പോൾ നമ്മൾ ആവറേജ് റാങ്ക് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. നേരത്തെ നമ്മൾ ആവറേജ് റാങ്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, രണ്ടിനും സെയിം റാങ്ക് കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ വരാകുമ്പോൾ നമ്മൾ ആവറേജ് റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഏതാണ് റാങ്കുകൾ വന്നാൽ ഇപ്പോൾ 2ക്കും 3ക്കുമാണ് സെയിം റാങ്ക് വരണമെങ്കിൽ 2ൻ്റെയും 3നെയും ഡിവൈഡ് ചെയ്തിട്ട് അത് എത്ര ഉണ്ടോ വെച്ചാൽ അത് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പം നോക്കുക, ഇഫ് 2 ഇൻഡിവിജ്വൽസ് ആർ റാങ്ക്ഡ് ഈക്വൽ അറ്റ് 5th place, 5th place ആണ് രണ്ടാൾക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, റാങ്ക് ചെയ്ത് ചെയ്യണം. അപ്പോൾ നമുക്കത് പ്രോബ്ലത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്യണം. R equal to 1 minus 6 into sigma d square plus 1/12 into m cube minus m plus 1 divided by 12 into m cube minus m plus അതങ്ങനെ തുടർന്നുകൊണ്ട് പോവും ഡിവൈഡഡ് ബൈ n cube minus n. ഇവിടെ m എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം റാങ്ക് റിപ്പീറ്റ് ചെയ്ത് വന്നു എന്നുള്ളത് നോക്കുന്നതാണ് m എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതെന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി തരാം. അത് എത്ര റാങ്കുകൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നു. ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പം ഒരു സെറ്റിൽ 150 എന്ന് പറഞ്ഞിട്ടുള്ള റാങ്കുകൾ ഇങ്ങനെ ഒരു 3 എണ്ണമായിട്ട് ഇങ്ങനെ കുറേ വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 150 തന്നെ നമുക്ക് 3 തവണ റിപ്പീറ്റ് ആയിട്ട് വന്നു. അതാണ് m എന്ന് പറയുന്നത്. അപ്പോൾ m എത്രയായിരിക്കും, 3 ആയിരിക്കും വരിക. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലത്തിൽ പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവും ചെയ്യുമ്പം. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്, നോക്കാം. The following table shows the respective IQs of 10 fathers and their eldest sons. Calculate the rank correlation coefficient. 10 ഫാദേഴ്സും അവരുടെ സൺസിൻ്റെയും IQs ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ആദ്യത്തെ എക്സിനും വൈയും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, റാങ്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ റാങ്ക് കൊടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ റാങ്ക് കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ അങ്ങോട്ട് കൊടുക്കരുത്. അപ്പോൾ ഇവിടെ നമുക്ക് റിപ്പീറ്റഡ് റാങ്ക്സ് ഉണ്ടോയെന്ന് നോക്കണം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണ്, ഫസ്റ്റ് റാങ്ക് RX ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന റാങ്ക് ആർക്കാന്ന് നോക്കാം. ഫസ്റ്റ് കൊടുക്കാൻ റാങ്ക് ഉള്ളത് ആരാണ്, 124 ഫസ്റ്റ് കൊടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് റാങ്ക് 124 കൊടുത്തു. പിന്നെ സെക്കൻഡ് റാങ്ക് നമുക്ക് കൊടുക്കാനുള്ളത് 160 അപ്പം സെക്കൻഡ് റാങ്ക് അതിന് കൊടുത്തു. പിന്നെ തേർഡ് റാങ്ക് ഉള്ളത് 140 അപ്പം തേർഡ് റാങ്ക് അതിന് കൊടുത്തു. പിന്നെ ഉള്ളത് 110 ആണ്, 110ന് ഫോർത്ത് റാങ്കും കൊടുത്തു. പിന്നെ ഫിഫ്ത്ത് റാങ്ക് ഉള്ളത് ആർക്കാണ്, 105 ഫിഫ്ത്ത് റാങ്ക്. അപ്പോൾ ഫിഫ്ത്ത് റാങ്ക് അതിന് കൊടുത്തു. പിന്നെ നോക്കാം, പിന്നെ നമുക്ക് 103 കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സംഖ്യയായിട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള സംഖ്യയായിട്ട് വരുന്നത് 103 ആണ്. ഓക്കെ, ഈ 103ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇത് 2 തവണ വന്നിട്ടുണ്ട് അല്ലേ, 2 തവണ 103 വന്നിട്ടുണ്ട്. അപ്പോൾ 103 2 തവണ വന്നിട്ടുണ്ട്. അത് 6th റാങ്കിൻ്റെയും 7th റാങ്കിൻ്റെയും പൊസിഷനിലായിരുന്നു വരേണ്ടത്. അപ്പോൾ ഇതിന് റാങ്ക് ചെയ്യുമ്പം ഇതിന് 6th എന്ന് എഴുതാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 6th റാങ്ക് അല്ല ഇതിന് വരുന്നത്. 103ൻ്റെ കേസ് നോക്കുകയാണ്, അത് ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചിടാം. 103ൻ്റെ കേസ് നോക്കുമ്പം അത് 6th റാങ്കിനും വന്നിട്ടുണ്ട്, അതേപോലെ എന്ത് ചെയ്തിട്ടുള്ളത് 7th റാങ്കിനും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആവറേജ് റാങ്കാണ് ഇതിന് കൊടുക്കേണ്ടത്. അപ്പോൾ 6 + 7 ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിന് റാങ്ക് കൊടുക്കാൻ. 6 + 7 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്, 6.5 ആണ്, 6.5. അപ്പം നമ്മൾ ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 6.5 ആയിരിക്കും. അപ്പോൾ നോക്കുക, അപ്പോൾ നമ്മൾ 6.5 കൊടുക്കും, ദെൻ ഇവിടെ നമ്മൾ 6.5 കൊടുക്കും. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള റാങ്ക്സിന് ആവറേജ് കണ്ടിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, റാങ്ക് കൊടുക്കാൻ. ഇനി നമ്മൾ 6th റാങ്കും 7th റാങ്കിനും പകരമാണ് നമ്മൾ എന്ത് ചെയ്തത് 6.5 കൊടുക്കുന്നത്. ഇനി നമുക്കുള്ള റാങ്ക് എന്നുള്ളത് 8th റാങ്കാണ്. അപ്പോൾ 8th റാങ്ക് മുതലാണ് ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് വലിയ വാല്യൂ ഏതാണ് നോക്കുക, ദെൻ അത് 102 ആണ്, അതിന് 8th റാങ്ക് കൊടുക്കും. ദെൻ ഇതിന് 9th റാങ്ക്, ഇതിന് 10th റാങ്ക്, ഇങ്ങനെ കൊടുക്കും.
ഇനി അതേപോലെ നമ്മൾ RYയുടെ റാങ്ക് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ RYയിൽ നമ്മൾ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കും. അപ്പോൾ RYയിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് 120 ആണ്. അതിന് ഫസ്റ്റ് റാങ്ക് നമ്മൾ കൊടുത്തു. സെക്കൻഡ് റാങ്ക് വരുന്നത് എന്തിനാണ്? 120 കഴിഞ്ഞതിന് ശേഷം 115 സെക്കൻഡ് റാങ്കിന് അർഹമുള്ളത്. അപ്പോൾ 115. പിന്നെ തേർഡ് റാങ്ക് ഉള്ളത് 113. പിന്നെ ഫോർത്ത് റാങ്ക് ഉള്ളത് ഏതിനാണ്? 113 കഴിഞ്ഞിട്ട് പിന്നെ ഫോർത്ത് റാങ്ക് വരുന്നത് 112. അപ്പം ഫോർത്ത് റാങ്ക് ഇവിടെ വന്നു. ഫോർത്ത് റാങ്ക് കഴിഞ്ഞാൽ പിന്നെ ഫിഫ്ത്ത് റാങ്ക് കൊടുക്കേണ്ടത് 108 പിന്നെ സിക്സ്ത് റാങ്ക് കൊടുക്കുന്നത് 105 പിന്നെ സെവൻത്ത് റാങ്ക് കൊടുക്കണം. സെവൻത്ത് റാങ്ക് 102 സെവൻത്ത് റാങ്ക് കൊടുക്കുക. ദെൻ എയ്ത്ത് റാങ്ക് കൊടുക്കേണ്ടത് 99 എയ്ത്ത് റാങ്ക്, 98 നയൻത്ത് റാങ്ക്, പിന്നെ 94 10th റാങ്ക്. ഇവിടെ യാതൊരു എന്തും തന്നിട്ടില്ല, റിപ്പീറ്റേഷനും വന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അവിടെ നമുക്ക് ആവറേജ് ഒന്നും കണ്ടുപിടിക്കേണ്ടി വരുന്നില്ല. പിന്നെ നമ്മളിത് സാധാ പോലെ എന്ത് ചെയ്യുകയാണ്, ഡി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്ത് ചെയ്യുക, ഡിഫറൻസ് കാണാം. 10 - 7 3, 9 - 10 -1, ദെൻ 2, ദെൻ 4.5 ആണ്. 4.5 ആണ് വരിക. കാരണം 6.5 എന്നും 2 ആണ് കുറച്ചത്. ഇനി 6.5 എന്ന് 3 കുറച്ചാൽ 3.5 വരും. 3.5 5 - 8 -3 വരും. ദെൻ 4 - 9 -5, ദെൻ 3 - 4 -1, 2 - 1 1, 1 - 5 -4. ഇനി സാധാ പോലെ ഡി സ്ക്വയർ കണ്ടുപിടിക്കുക. ഡി സ്ക്വയർ 9 1 2 4.5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 20.25 ആണ് സ്ക്വയർ വരിക. ഓക്കെ, 20.25. ഇനി 3.5ൻ്റെ സ്ക്വയർ 12.25 ആണ് ഇതിൻ്റെ സ്ക്വയർ വരിക. പിന്നെ 9, പിന്നെ 25, ദെൻ 1 1 16. ഇനി അവസാനം നമ്മൾ ഇതിൻ്റെ സിഗ്മ വാല്യൂ കണ്ടുപിടിക്കുക. സിഗ്മ ഡി സ്ക്വയർ കണ്ടുപിടിക്കുക. എത്രയായിരിക്കും? 98.5 ആണ് സിഗ്മ ഡി സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതൊന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ റാങ്ക് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ ഇങ്ങനെയാണ് റാങ്ക് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിന്നെ നമ്മളിതിൻ്റെ ഇക്വേഷനിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? ഇക്വേഷൻ ഒന്ന് മാറുന്നുണ്ട്. നോക്കുക, ഇക്വേഷനിലേക്ക് എന്താണ് 1/12 ഇൻറ്റു m² എന്ന് പറഞ്ഞ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്കൊരു പുതിയ കാര്യം കൂടി കണ്ടുപിടിക്കണം. അതായത് ഈ m³ - m എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. m എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, റിപ്പീറ്റഡ് റാങ്ക്സ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആകെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് 103 ആണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ 103 നമുക്ക് എത്ര വട്ടം റിപ്പീറ്റ് ചെയ്തു? 103 നമുക്ക് എത്ര വട്ടം റിപ്പീറ്റ് ചെയ്തു നോക്കണം. 2 വട്ടമാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? 2 വട്ടം റിപ്പീറ്റ് ചെയ്തു. അതിൻ്റെ എണ്ണമാണ് നോക്കേണ്ടത്. അപ്പോൾ 103 നമുക്ക് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്തു. അപ്പം നമ്മളത് m³ - m നമ്മൾ സൈഡിലായിട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ എത്രയും 2³ - 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2³ - 2 എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, 2³ - 2 ആണ് നമ്മളത് ചെയ്യേണ്ടത്. ഇത്രയും കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, 2³ - 2. അപ്പോൾ 2 × 2 × 2 -2 ചെയ്താൽ നമുക്ക് m³ - mൻ്റെ ആ പൊസിഷൻ കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് ഇവിടേക്ക് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. സിഗ്മ ഡി സ്ക്വയർ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 98.5 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. n നമുക്ക് തന്നിട്ടുള്ളത് 10 എണ്ണമാണ് തന്നത്. ഇതിനി ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ 1 -
6 കോൺസ്റ്റൻ്റ് എന്നാണ് ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ എന്ന് പറയുന്നത് 98.5 ആണ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഓക്കെ 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 ക്യൂബ് മൈനസ് 2 ഓക്കെ ഇനിയും റാങ്കുകൾ ഇനി വേറെ ഏതൊരു സംഖ്യ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇനിയും എന്ത് ചെയ്യും പ്ലസ് 1/2 എന്നിട്ടിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഈ ഇക്വേഷൻ ഇതിവിടെ ഇപ്പം നമുക്ക് ഈ ഭാഗം വരെ മതി കാരണം ഇനി വേറെ റാങ്കുകളൊന്നും റിപ്പീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഇത് അങ്ങോട്ട് ഇല്ലാത്തത് അപ്പോൾ നമുക്ക് ഇനി വേറെ ഏതൊരു സംഖ്യ റിപ്പീറ്റ് ചെയ്തിരുന്നെങ്കിൽ അതും എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ എഴുതണം അവിടെ ഓക്കെ അപ്പോൾ നമുക്ക് ആകെ ഈ 103 മാത്രം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ അതും 2 തവണ മാത്രം അപ്പോൾ നമുക്ക് 2 ക്യൂബ് മൈനസ് 3 അത് എഴുതിയാൽ മതി അത് ക്ലോസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ n എത്രയാണ് 10 ആണ് 10 ക്യൂബ് മൈനസ് 10 ഓക്കെ ഇനി നമ്മൾ സാധാ പോലെ ഇക്വേഷന് എന്ത് ചെയ്യണം ചെറുതാക്കി എഴുതി വരികയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ 1 മൈനസ് വരും 6 985 പ്ലസ് നമുക്ക് ഈ ഒരു ഭാഗം ചെയ്യാം ഈ ഒരു ഭാഗം ചെയ്താൽ നമുക്ക് 0.5 കിട്ടും ഓക്കെ 0.5 ആണ് കിട്ടുക ഡിവൈഡഡ് ബൈ 10 ക്യൂബ് ചെയ്താൽ 1000 ആണ് മൈനസ് 10 ചെയ്താൽ 990 ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ 6നെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം എത്ര കിട്ടും 1 മൈനസ് 594 ഡിവൈഡഡ് ബൈ 990 എന്ന് കിട്ടും നമ്മൾ 1 മൈനസ് ചെയ്ത് കഴിയുമ്പം 0.4 കിട്ടും ഇങ്ങനെയാണ് റിപ്പീറ്റഡ് റാങ്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക ആൻസർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം റിപ്പീറ്റഡ് റാങ്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യണം ഓക്കെ ദെൻ നമ്മളോട് എന്താണ് റാങ്കുകളൊന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം റാങ്ക് കൊടുത്തുകൊണ്ട് ചെയ്യുക ദെൻ നമുക്ക് റാങ്ക് തന്നിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് മിക്ക ക്വസ്റ്റ്യൻസിലും റാങ്ക് തരില്ല അധിക ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് റാങ്കും ആയിരിക്കും തരിക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ലാസ്റ്റ് മെത്തേഡിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് സ്പിയേഴ്സ്മാൻ റാങ്ക് കോറിലേഷൻ എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത് അപ്പം 3 തരത്തിലാണ് റാങ്ക് തന്നുകൊണ്ട് റാങ്ക് തരാതെ പിന്നെന്താണ് റാങ്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ഓക്കെ അപ്പം എന്ത് ചെയ്യുക ഇത് ക്ലാസ്സിൽ കേട്ടിട്ട് എന്ത് ചെയ്യുക ഇത് ഈ ഒരു പ്രോബ്ലം തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക ഓക്കെ അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം താങ്ക് യു